പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയ സർക്കാരിൻ്റെ കീഴിൽ നമ്മുടെ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പല പ്രവർത്തനങ്ങളുടെയും തുടർച്ചയെന്നോണം ഇന്ന് അഥവാ 29/7/2026 തീയതിക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന നേതാക്കളായ ഖാദർ അലി വറ്റലൂർ, സെയ്ദ് മണലായ, ഷബീർ പുളിങ്കാവ്, അഡ്വക്കേറ്റ് KT ഉമർ എന്ന ഞാൻ അടക്കമുള്ളവർ ഇന്ന് കാലത്ത് തിരുവനന്തപുരത്തെത്തുകയും ഉച്ചയോടെ നമ്മുടെ പുതിയൊരു റെപ്രസെൻറ്റേഷൻ തയ്യാറാക്കി ആദ്യം ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയെയും പിന്നീട് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ അനിൽകുമാർ അവറുകളെയും അതുപോലെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയെയും നേരിൽ കണ്ട് നമ്മുടെ നിവേദനങ്ങൾ സമർപ്പിക്കുകയും നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളും ഭാവിയിൽ നമുക്ക് ലഭിക്കേണ്ടതായ ആവശ്യങ്ങളും പ്രയാസങ്ങളുമൊക്കെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. 3 പേരും നല്ല തിരക്കിലായിരുന്നാൽ പോലും ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ MLA നജീബ് സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി നമ്മുടെ ഭാഗം കേൾക്കുകയും അനുഭാവപൂർവം പരിഗണിക്കാമെന്ന് വാക്കാൽ പറയുകയും നൽകിയിട്ടുണ്ട്. ഈ തരുണത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇന്നത്തെ വലിയ തിരക്കിനിടയിൽ നമുക്ക് നേരിൽ കാണാനും നമ്മുടെ നിവേദനം സമർപ്പിക്കാനുമൊക്കെ ഞങ്ങളെ സഹായിച്ചത് ആദരണീയനായ പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരം അവர்களാണ്. അദ്ദേഹത്തോട് നമ്മുടെ സംഘടനയ്ക്കും ഞങ്ങൾക്കുമുള്ള നന്ദിയും കടപ്പാടും ഇവിടെ സാന്ദർഭികമായി കുറിക്കുന്നു. പിന്നീട് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ അവളെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് മിനിസ്റ്റർ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ T സിദ്ദീഖ് അവറുകളെയും അവരുടെ ചേംബറുകളിൽ പോയി കണ്ടു. എങ്കിലും അവരുടെ സാന്നിധ്യമില്ലാത്തതിനാൽ വൈകി എത്തുമെന്ന് അറിയിച്ചതിനാൽ ബന്ധപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറിമാരെ കണ്ട് നമ്മുടെ നിവേദനങ്ങൾ സമർപ്പിക്കുകയും നമ്മുടെ കാര്യങ്ങൾ വളരെ വിശാലമായി തന്നെ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്നത്തെ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച എല്ലാവരെയും കാണുവാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ ഒരു അവസ്ഥ ഇവിടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് സമർപ്പിച്ച നിവേദനങ്ങളുടെ തുടർ പ്രവൃത്തികൾ, അതിൻ്റെ പോക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും MLA അടക്കമുള്ളവർ ചെയ്തു കൊള്ളാമെന്ന് നമ്മോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്.